അടുത്ത കാലത്തായി നമ്മൾ വാർത്തകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോകുന്നു എന്നത്. ഒരു ഡോളറിന് 93 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിയുന്നത്? ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കും? RBIയുടെ ഇടപെടലുകൾ ഫലപ്രദമാണോ? മോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രൂപ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇതിന് പ്രധാനമായും ചില ആഗോള കാരണങ്ങളുണ്ട്. അമേരിക്കയിലെ പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുന്നത് നിക്ഷേപകരെ ഡോളറിലേക്ക് ആകർഷിക്കുന്നു. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് സുരക്ഷിതമായി ഡോളറിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലെയും മറ്റും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ക്രൂഡ് ഓയിൽ വിലയെ ബാധിക്കുകയും അത് ഡോളറിൻ്റെ ആവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രൂപയുടെ മൂല്യം കുത്തനെ ഇടിയാതിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരന്തരം ഇടപെടുന്നുണ്ട്. തങ്ങളുടെ കൈവശമുള്ള വിദേശ നാണ്യ ശേഖരത്തിൽ നിന്ന് ഡോളർ വിപണിയിൽ വിറ്റഴിച്ചാണ് RBI രൂപയെ താങ്ങി നിർത്തുന്നത്. ഏകദേശം $640 ബില്യൺ മുകളിൽ വിദേശ നാണ്യ ശേഖരം ഇന്ത്യക്കുണ്ടെന്ന് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ എത്ര കാലം ഇങ്ങനെ ഡോളർ വിറ്റഴിച്ച് രൂപയെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നത് ഒരു ചോദ്യചിഹ്നവുമാണ്. രൂപയുടെ മൂല്യം കുറയുന്നത് വെറുമൊരു സാമ്പത്തിക കണക്കല്ല, അത് നമ്മുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കും. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വസ്തുവാണ് പെട്രോളിയം. ഡോളർ വില കൂടുമ്പോൾ എണ്ണ ഇറക്കുമതി ചെലവ് കൂടും. ഇത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിപ്പിക്കുകയും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കൂടാൻ കാരണമാവുകയും ചെയ്തു. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസിനും താമസത്തിനുമായി കൂടുതൽ രൂപ ചിലവാക്കേണ്ടി വരും. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. ചുരുക്കത്തിൽ രൂപയുടെ മൂല്യത്തകർച്ച ആഗോള പ്രതിഭാസങ്ങളുടെ ഭാഗമാണെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതൊരു വലിയ പരീക്ഷണം തന്നെയാണ്. കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ള ശാശ്വത പരിഹാരം. വരും മാസങ്ങളിൽ മോദി സർക്കാർ എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ രൂപയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.